നമസ്കാരം. പോലീസുകാരെക്കുറിച്ച് എന്ത് പറയാനാണല്ലേ? പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കുറേ കേട്ടു. അദ്ദേഹം തല്ലും, നല്ല ഗുണങ്ങളൊക്കെ വേറെ ഒരുപാട് കാണും, പക്ഷേ തല്ലും. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. വിനോദ് കുമാർ എന്ന് പറഞ്ഞൊരു ഉയർന്ന റാങ്കിലുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് കേട്ടു. അദ്ദേഹം പണമുണ്ടാക്കും, സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നില്ല അവർക്കെതിരെ. ഉമേഷ് എന്ന് പറഞ്ഞൊരു DSPയെ കുറിച്ച് നമ്മൾ കേട്ടു, അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസ് വേഷം എന്ന് പറയുന്നത് അവർക്ക് കുറ്റവാസന ഉണ്ടാകുകയോ അല്ലെങ്കിൽ ആ കുറ്റവാസനയുടെ ലോകത്തിലേക്ക് അവർ ചെന്ന് പെടുകയോ ചെയ്യും. ഇവരെയൊക്കെ നമുക്ക് എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ പറ്റുന്നത്? അവർക്ക് കിട്ടേക്കുന്ന ഔദ്യോഗികമായ പദവി എന്ന് പറയുന്നത് ഈശ്വരൻ കനിഞ്ഞു നൽകിയത് തന്നെയാണ്. അവരേക്കുന്ന നക്ഷത്രങ്ങളും അവരുടെ വേഷത്തിൻ്റെ പ്രത്യേകതയും അവർക്ക് കൊടുക്കുന്ന അവർക്ക് സമൂഹം കൊടുത്തിരിക്കുന്ന ബഹുമാനവും ഭയവും ഒക്കെ അവർ അങ്ങ് എൻജോയ് ചെയ്ത് ജീവിക്കുവാണ്. അതിലെ തെറ്റുശരികളെക്കുറിച്ചൊന്നും നമുക്ക് തിരുത്താനൊന്നും നമുക്ക് കഴിയില്ല. അവർക്ക് കാലം കൊടുക്കുന്നതുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ജയറാം പടിക്കലും പുലിക്കോട് നാരായണൻ എന്ന് പറയുന്ന ആ സർക്കിൾ ഇൻസ്പെക്ടർ നമ്മുടെ പിണറായി സഖാവിൻ്റെ കാലിയെ വെട്ടി ഒടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ വാർത്തയിൽ. ശരിയാണോ എന്നറിയില്ല. അങ്ങനെ ഇവർ മനുഷ്യരായിട്ടൊന്നും നമുക്ക് ചുറ്റുമുള്ളവരും ഒക്കെ തന്നെ മനുഷ്യരാണ് എന്ന് ചിന്തിക്കുന്ന വളരെ നല്ലതാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റങ്ങളും അവരുടെ വാക്കും പ്രവൃത്തികളും ഈ ഔദ്യോഗികമായ കുപ്പായം അവർക്ക് കൊടുക്കുന്ന ധാർഷ്ട്യവും അവർക്ക് കൊടുക്കുന്ന അഹങ്കാരവും ആരും ഒന്നും ചോദിക്കാൻ ഇല്ല എന്നുള്ള അവരുടെ തോന്നലുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാനിത് പറയാനുള്ള ഒരു കാരണം, ഇന്ന് നമ്മുടെ തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എന്ന് പറയുന്നവരുടെ ഭർത്താവിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ഞാൻ ഈ മുടവൻമോളിലാണ് ആ കുട്ടിയുടെ ആര്യയുടെ വീടാണെന്ന് തോന്നുന്നത്. അച്ഛൻ രാജേന്ദ്രനെ എനിക്കറിയും. എന്നെ ഇപ്പോൾ അറിയാമെന്ന് അറിയത്തില്ല. ഞങ്ങൾ മോഹൻലാലൊക്കെ താമസിക്കുന്ന ആ പൂജപ്പുര ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്താണ് അവരുടെ വീടൊക്കെ ഉണ്ടായിരുന്നത്, തബലം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ തന്നെ. അപ്പോൾ അദ്ദേഹത്തിനെ പണ്ട് എനിക്കറിയാം. എന്തായാലും ഈ കുട്ടി തിരുവനന്തപുരത്തിൻ്റെ മേയറായിട്ട് ചുമതലയേറ്റപ്പോൾ ആര്യ രാജേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ രാജേന്ദ്രൻ എന്നാണ്, സാധാരണ ഒരു ചെറുപ്പക്കാരൻ തൊഴിലാളി ആണ്. അദ്ദേഹം മകള് പഠിപ്പിച്ചു, മകള് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് വളർന്നു. അപ്പം മനുഷ്യരുടെ ബാക്കിയുള്ള സാധാരണ ഒരു മനുഷ്യജീവിതത്തിലൂടെ വളർന്നു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ വികാരങ്ങൾ ബാക്കി ഇപ്പോൾ ഉള്ളവൻ്റെയൊക്കെ സഹാനുഭൂതിയും ദയയൊക്കെ വേണം എന്നാണല്ലോ. അപ്പോൾ കമ്മ്യൂണിസം തന്നെ അങ്ങനെയല്ലേ പറയുന്നത്, പാവപ്പെട്ടവൻ്റെ പാർട്ടിയാണെന്നാണ്. ഇന്നിപ്പോൾ സമ്പന്നമൊക്കെ ആയിപ്പോയി പാർട്ടി, പക്ഷേ അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ കുട്ടി തിരുവനന്തപുരത്തിൻ്റെ മേയറായിട്ട് വന്നു. തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയർ എന്ന് പറയുന്നത് ഞാൻ നോക്കി പത്മനാഭൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, CMBയിൽ ജോലി ചെയ്തത്, CPMലായിരുന്നു. വലിയ മീശയൊക്കെ ആയിട്ട് കോട്ടൊക്കെ ഇട്ട് നിന്നാൽ ഇങ്ങനെ ഒരു മേയർ സങ്കല്പമാണ്. ഒരുപാട് പേര് തിരുവനന്തപുരത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പന്നമായിട്ടുള്ള അനുഭവജ്ഞാനമുള്ള ഒരുപാട് പേര് തിരുവനന്തപുരത്ത് മേയറായിട്ട് ഇരുന്നിട്ടുണ്ട്. ആ തിരുവനന്തപുരം മേയർ എന്ന് പറയുന്നത്, ആ തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയർ എന്ന് പറയുന്നത് അതിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ഭരണത്തിൽ പ്രധാനമായിട്ടുള്ള നഗരത്തിൻ്റെ പിതാവാണ്. ആ നഗരത്തിൻ്റെ പിതാവായിട്ട് കാലഘട്ടത്തിനെ അതിജീവിക്കുന്ന തരത്തിലുള്ള ഒരു പെൺകുട്ടി മേയറായിട്ട് വന്നപ്പോൾ, നഗര മാതാവ്, പിതാവല്ല മാതാവെന്ന് പറയല്ലോ, അങ്ങനെ വന്നപ്പോൾ നമ്മളൊക്കെ അഭിമാനം കൊണ്ടു. പക്ഷേ എന്താണ് അവസ്ഥ? എവിടെയാണ് പിഴച്ചത്? നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഒരു അഭിമുഖം ഞാൻ കണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടിയല്ല, ഇതിന് ചുറ്റും നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടെന്നാണ് പറയുന്നത് പാർട്ടിക്കകത്ത്. ഈ അനുഭവജ്ഞാനം ഒരു വലിയ ഘടകമാണല്ലോ. അങ്ങനെ ഒരു കോർപ്പറേഷൻ പോലുള്ളൊരു തിരുവനന്തപുരം കോർപ്പറേഷനും പോലെ ഒരു നഗരത്തെ ഭരിച്ച് ശീലമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അത്രയും അവബോധമുള്ള ഒരാളാവണം എന്നില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇടപെടും. അതൊക്കെ പാർട്ടിയിലൊക്കെ ആൾക്കാർ പറഞ്ഞാൽ ചെയ്തു കൊടുക്കേണ്ടതൊക്കെ വരും. അതുകൊണ്ട് കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയാവാം. പക്ഷേ ഞാൻ പറയാൻ വന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ദൈവം കൊടുക്കുന്ന ഭാഗ്യം, ആ ഭാഗ്യം നമ്മൾ സ്വയം തല്ലിക്കെടുത്താൻ ശ്രമിക്കരുത്. അങ്ങനെ തല്ലിക്കെടുത്താൻ ശ്രമിച്ചതിൻ്റെ ഏറ്റവും വലിയ ഒരു ഫലമാണ് യദു എന്ന് പറയുന്ന ഒരു ബസ് ഡ്രൈവർ. ആ ബസ് ഡ്രൈവറെ അദ്ദേഹം ഈ ഏത് നേരത്താണ് അദ്ദേഹം ഈ വണ്ടി എടുത്തതെന്നും ഏത് നേരത്താണ് ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും അവരെ പിന്നാലെ വണ്ടി ഓടിച്ച് വരാൻ തോന്നിയതൊക്കെ രണ്ടാമത്തെ കാര്യം. അതൊക്കെ എടുത്തു നോക്കിയാൽ ഇത് പൂർവ്വജന്മ ബന്ധം കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. എന്തായാലും ഈ നീതി കിട്ടിയില്ല.
പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്തു? ഇവരെ രണ്ടുപേര് ഇവർ വണ്ടിയിൽ വരുമ്പോൾ സീബ്ര ക്രോസിൽ വെച്ച് വണ്ടി അവർ തടഞ്ഞിട്ടു. മേയറാണെന്ന് ആലോചിക്കണം. തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയർ റോഡിൽ വെച്ച് അങ്ങനെ സീനുണ്ടാക്കാൻ പാടില്ല. മറ്റേ ആൾ MLA ആണ്. ഇയാൾ എന്തെങ്കിലും ആക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ടാവുമല്ലോ. അയാൾക്ക് ഈ പുറകെ വരുന്ന ആരാണെന്നും വണ്ടി ഓടിക്കുമ്പം ഓവർടേക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെ കൈയും കാലും കൊണ്ട് ആക്ഷൻ കാണിക്കുന്ന ഓരോ ഡ്രൈവർമാരുണ്ട്. ഇനി ഡ്രൈവർ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ വണ്ടിയുടെ നമ്പർ എഴുതിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതിന് പകരം ഇവിടെ പറ്റിയ അബദ്ധം എന്താണ്? വണ്ടിക്ക് നേരെ കാറ് കയറ്റിയിട്ടു, സീബ്ര ലൈന് കയറ്റിയിട്ടിട്ട് അവൻ്റെ അതങ്ങ് വഷളായി ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഇതങ്ങ് പോയി കേസ്. എന്നിട്ട് എന്ത് ചെയ്തു? പോലീസുകാരി കാക്കിയിട്ട നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഭരണകൂടത്തിൻ്റെ ആൾക്കാരല്ലേ, ഭരണകൂടമായിട്ട് ബന്ധമുള്ള ആൾക്കാരല്ലേ, തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറല്ലേ. അതുകൊണ്ട് ഇയാളെ ശിക്ഷിക്കുകയും ഈ കേസിൽ നിന്ന് അവരെ ഒഴിവാക്കുകയും അതിൻ്റെ പെൻഡ്രൈവ് അതൊന്നും കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ രക്ഷപ്പെടുത്തി. പക്ഷേ കാലം ഇങ്ങനെ തിരിഞ്ഞു വരുമല്ലോ. കാലം ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഭരണചക്രം ഇരിപ്പിടം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇരിപ്പിടം നഷ്ടപ്പെടാൻ കാരണമായതിന് രാജേന്ദ്രനൊരു പങ്കുണ്ടെന്നുള്ളത് വന്നു. കാരണം തിരുവനന്തപുരം നഗരം എൻ്റെയൊക്കെ ഓർമ്മകാലത്ത് എത്രയോ വർഷങ്ങളായിട്ട് ഇത്രയും വർഷത്തിനിടയിൽ CPM അല്ലാതൊരു പാർട്ടി ഭരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ആ പാർട്ടിയെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അതിന് കാരണമായി എന്നുള്ളതാണ്. നശിപ്പിക്കാൻ വേറെ ഒരുപാട് പേരൊക്കെ കാരണമാകും. ഞാൻ ആ കുട്ടിയെ മാത്രമായിട്ട് കുറ്റമൊന്നും പറയത്തില്ല. കാരണം സീനിയർമാരായിട്ടുള്ള ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയും വലിയ പ്രസിഡന്റുമാരും വലിയ ആൾക്കാരും വലിയ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പറയുമ്പോൾ അത് ചെയ്തു കൊടുത്തേ പറ്റൂ. കാരണം കോട്ടിട്ടേക്കുന്ന ഇദ്ദേഹമാണ്, ഇദ്ദേഹം സൈൻ ചെയ്തതല്ലേ പറ്റുള്ളൂ. ഒരുപാട് വിഷയം, പക്വതയില്ലായ്മ, രാഷ്ട്രീയ പക്വതയില്ലായ്മ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ദുരന്തമാണ്. അതുകൊണ്ട് ദൈവം കൊടുത്ത ആ സൗഭാഗ്യങ്ങളെല്ലാം തന്നെ അത് ഉടഞ്ഞുപോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ വേണ്ടത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നിറങ്ങിയ വാർത്ത എന്താണ്? ആ യദു എന്ന് പറയുന്ന ഡ്രൈവറിന് ഒരിടത്തും ജോലിയില്ല. അത് ഇപ്പോൾ ഗാബി ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ടിൻ്റെ പിന്നെ മന്ത്രി, അദ്ദേഹം ആ ഒരു പരിഗണന നീതി കാണിച്ചില്ല. നീതി കാണിക്കാമല്ലോ. അത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് നീതി കാണിക്കാം. രണ്ടുപേരും കുറ്റം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വളരെ സ്പഷ്ടമായിട്ട് തന്നെ മേയറും മേയറുടെ ഭർത്താവും ചെയ്തു പോയിട്ട് അപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്ത കർമ്മങ്ങൾ പാർട്ടിക്കും വ്യക്തിപരമായിട്ടും അവർക്ക് ദോഷം ചെയ്തിട്ടുണ്ട്. അവരെ രക്ഷപ്പെടുത്താനായിട്ട് എന്ത് പറ്റി? അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചു. അവരെ കേസിൽ നിന്ന് ഒഴിവാക്കി. അവന് മാത്രം കുറ്റപത്രം കൊടുത്തു. യദു എന്ത് ചെയ്തു? നേരെ കോടതിയിൽ പോയി. കോടതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കോടതികളും ഉത്തമമാണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ അനുഭവത്തിൽ. പക്ഷേ ചില കോടതികൾ കേസെടുത്തു, ഉത്തരം പറഞ്ഞ കോടതിയിൽ സംബന്ധിച്ച് ഹാജരായേ പറ്റൂ, നടന്ന എന്താണെന്ന് പറഞ്ഞേ പറ്റൂ. അവിടെയാണ് കേതുദശ എന്ന് പറയുന്ന ഒരു സാധനം. കാലം പിഴച്ചാൽ കാലനങ്ങ് പിഴയ്ക്കും. കാലം പിഴയ്ക്കുന്നപ്പോഴാണ് നമ്മളിലൂടെ സഞ്ചരിക്കുന്ന കാലം അത് കാലനായിട്ട് മാറും നമുക്ക് തന്നെ. അങ്ങനെ ഒരു വിഷയം, അങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിൽ ഒരു ഉയർന്ന നിലയിലേക്ക് പോകേണ്ട, ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, പ്രഗത്ഭയാണ്. ഞാൻ രാജേന്ദ്രൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ആ കുട്ടി മോശമായിട്ടുള്ള കുട്ടിയൊന്നുമല്ല, അതിന് നല്ല കാലിബറുള്ള കുട്ടി തന്നെയാണ്. പക്ഷേ എവിടെയോ ഒരു അഹങ്കാരം സ്വയം ഉണ്ടാവുമ്പോൾ അഹങ്കരിച്ചു. ഇട്ടിരിക്കുന്ന കോട്ടിന്, ഇട്ടിരിക്കുന്ന ഇരിപ്പിടത്തിന് എല്ലാം ഏറ്റവും മഹത്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന അന്ധത, ആ അന്ധതയിൽ എന്തു പറ്റി? യദു കാലനായിട്ട് വന്നു. അവന് ഭാര്യയില്ല, അവന് കൊച്ചും കണ്ടുള്ളൂ, അവന് ജോലിയില്ല. ഗണേഷ് കുമാറിന് നീതി കാണിച്ചില്ല, അയാൾ അവൻ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളെ മാത്രമല്ലല്ലോ ശിക്ഷിക്കേണ്ടേ, രണ്ടുപേരും ശിക്ഷിക്കാമല്ലോ, നിയമപരമായി കേസെടുക്കാമല്ലോ. ഇത് മേയർ കാണിച്ചത് എന്താണ്? മേയറാണ് നോക്കണം. ഒരു നഗരത്തിൻ്റെ സർവസ്വമായിട്ടുള്ള ഒരാളാണ്, ഒരു പെൺകുട്ടിയാണ്, ഒരു മാതാവാണ്, അല്ലെങ്കിൽ നഗരപിതാവിന് തുല്യമായിട്ടുള്ള ആ മാതാവാണ് ഈ റോഡിൽ കയറി എന്നിട്ട് ഈ ഇത്രയും ഒക്കെ കാണിച്ച് വർത്തമാനങ്ങൾ പറഞ്ഞ് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം എന്നൊക്കെ. നമുക്കത് ആ വീഡിയോകളൊക്കെ എല്ലാവരും ചെയ്യുന്നത് ശരിയാണോ ഒന്നും അറിയത്തില്ല. പക്ഷേ ആ കുട്ടിയുടെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇലക്ഷന് തന്നെ ഞാൻ തിരുവനന്തപുരത്ത് മുടവൻമുകൾ എന്നൊരു സ്ഥലത്തുള്ളതാണ്. അവിടെ മാത്രമേ മണ്ഡലത്തിൽ ഇറങ്ങി എന്നുള്ളത് പറയുന്നത്. ഞാനിത് പറയുന്നതിനൊരു ഉദാഹരണം, നമ്മുടെ കാലത്തിന് മാറ്റമുണ്ടാകുമ്പോൾ, ഒരാൾക്ക് ദോഷകാലം വരുമ്പോൾ എവിടെങ്കിലും പിഴയ്ക്കും. ആ പിഴച്ചതാണ് ആ സമയം തെറ്റി ഇറങ്ങിയ യദു ബസ് എടുത്തതോ അല്ലെങ്കിൽ സമയം തെറ്റി വന്ന
ഈ സച്ചിൻ ദേവിനും ആര്യയ്ക്കും പറ്റിയതാണോ എന്നുള്ള, ആര്യ രാജേന്ദ്രനും പറ്റിയതാണോ, ഒരു സമയത്തിൻ്റെ തെറ്റലുകൾ. ആ സമയത്തിൻ്റെ തെറ്റലുകളെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും സമയത്തെക്കുറിച്ച്, നമുക്ക് ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതാകാൻ, ഒരു നിമിഷം മതി എല്ലാം ഇല്ലാതാകാൻ. എല്ലാം നേടാൻ വളരെ കാലം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. വളരെ കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി നിൻ്റെ സമയവും കൂടെ കൃത്യമായിട്ട് വരുമ്പോൾ നിനക്ക് ഉന്നത നിലയിലെത്താം. പക്ഷേ സമയം ദോഷമാകുമ്പോൾ നമ്മളെ മറന്നുപോയാൽ, നമുക്ക് തലയ്ക്ക് മുകളിലൊല്ലാതെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ, ഞാനെന്ന ഭാവം, ഞാനാണെല്ലാം എന്ന് വിചാരിച്ചാൽ, എനിക്ക് ലോകം, എനിക്ക് ചുറ്റും മറ്റൊന്നില്ല, എനിക്ക് മേലെയും മറ്റൊന്നില്ല, ഞാനാണ് സർവസ്വവും എന്ന് ചിന്തിച്ച് ജീവിക്കുമ്പോൾ കാണിക്കുന്ന അഹങ്കാരത്തിന് പറ്റുന്ന അബദ്ധങ്ങളില്ലേ? മലയാള സിനിമയിലോ നടന് പറ്റിയത് കണ്ടില്ലേ? നടൻ അറിഞ്ഞോ അറിയാതെയോ അതിനകത്ത് പോയി ചേർന്നില്ലേ? സഹവാസിക്കുന്നത്, ഒപ്പം നിൽക്കുന്നവർ, ചേർത്ത് പിടിക്കുന്നവർ ഉത്തമരല്ലെങ്കിൽ നമ്മളും പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പോൾ ദിലീപ് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ദിലീപ് അതിനകത്ത് പെട്ടോ? അയാളുടെ കാരിയർ, അയാൾ മലയാള സിനിമയിൽ എല്ലാ മേഖലകളും പിടിച്ചടക്കി കൊണ്ട് നിന്നപ്പോഴല്ലേ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടായത്? കോടതികൾ തെളിവുകളെ നോക്കുകയുള്ളൂ. തെളിവിൻ്റെ അഭാവങ്ങളും തെളിവുണ്ടാക്കുന്നതും ഇതിനൊന്നും നമുക്കൊരു വ്യാഖ്യാനങ്ങളൊന്നും നമുക്കറിഞ്ഞൂടാ. അതിൻ്റെ യഥാർത്ഥമായ അവസ്ഥകളെക്കുറിച്ചൊന്നും ചിന്തിച്ച് പറയാനൊന്നും നമുക്ക് കഴിയില്ല. നമ്മുടെ നിഗമനത്തിലുള്ളതല്ലല്ലോ അത്, അല്ലേ? ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുന്ന ദൈവം മാത്രമേ ഉള്ളൂ. പ്രപഞ്ചത്തിലെ ശക്തി, നിനക്ക് മനുഷ്യൻ്റെ കോടതികളിൽ നിന്ന് രക്ഷപ്പെടാം, പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഏറ്റവും വലിയ ഒരു വേദന തോന്നിക്കുന്ന ഒരു കാര്യം, ആ പെൺകുട്ടി ആ സമയത്ത് ഒരു സ്ത്രീകൾക്ക് മാറി നിൽക്കേണ്ട, പുരുഷനിൽ നിന്ന് മാറി നിൽക്കേണ്ട സമയമാണ്. ആ സമയത്ത് അവർ ഷൂട്ടിങ്ങിന് പോയി. അത് പാടാൻ പാടില്ല. അങ്ങനെ പോയപ്പോൾ എന്ത് പറ്റി? ആ ശുദ്ധിയല്ലാത്ത സമയം എന്ന് പറയുന്ന സമയത്ത് അവർ പൊതുസമൂഹത്തിൽ അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഒരു ഹൈന്ദവതയിലുള്ള ഒരു കാര്യമാണ്. അതാണ് അതിനകത്ത് നമ്മുടെ പാഞ്ചാലിയെ കൗരവ സദസ്സിലേക്ക് പിടിച്ചുകൊണ്ട് വരും. ആ സമയത്ത് ഈ തീണ്ടാരി എന്ന് പറയുന്ന ഈ സംഭവമുണ്ട്. ആ അശുദ്ധി അയക്കുന്ന സമയത്തേക്ക് എല്ലാവരിൽ നിന്നും മാറി സെപ്പറേറ്റായിട്ട് താമസിക്കുന്ന ഒരു ഗൃഹം ഉണ്ടെന്നാണ് പറയുന്നത്. ആ സമയത്താണ് ഈ ദുശാസനം ദുര്യോധനും ഒക്കെ പറയുന്ന ആ കൗരവർ ഇവരെ പിടിച്ചോണ്ട് വന്ന് വസ്ത്രാക്ഷേപം ദുശാസനം ചെയ്യുമ്പം ആ ഒറ്റമുണ്ടെടുത്തിട്ടുള്ള അവളുടെ ആ വിലാപമുണ്ട്, ഇല്ലേ? ആ വിലാപത്തിൽ നിന്നാണ് ആ കുലം മുഴുവൻ പോയി നിന്നത് എവിടെയാണ്? ആ വംശം മുഴുവൻ പോയി നിന്നത് എവിടെയാണ്? അതുണ്ട്. അത് ദൈവഹിതമാണ് അതിനകത്ത്. അവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പഞ്ചപാണ്ഡവർക്കൊപ്പം നിന്നതെന്നാണ്. ഭഗവാൻ കൃഷ്ണ എന്ന് വിളിക്കുമ്പം അവരുടെ ആ വലിച്ച് എറിയുന്ന ആ വസ്ത്രം ശരീരം മറച്ചു തന്നെ പിടിച്ചിരുന്നു എന്നാണ്. അവരുടെ നഗ്നത പുറത്തേക്ക് വരാത്ത വിധത്തിലേക്ക് ഭഗവാൻ കാത്തു എന്നാണ് പറയുന്നത്. അത് പുരാണത്തിലുള്ളതാണ്. ഓരോ എക്സാജറേഷനും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ഇങ്ങനൊരു സത്യമുണ്ട്. ആ സമയത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നവൻ അവൻ എത്ര നീചനാണ്. അവന് കാരാഗ്രഹവാസമൊന്നുമല്ല, അവന് ഈശ്വരൻ കൊടുക്കുന്ന വാസമുണ്ട്. നമ്മളിത് പറയുന്നത്, ഞാനിതിൻ്റെ ആന്തരികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് പറയുന്നത്. ഒരു പെൺകുട്ടിയെ ആ അമ്മായിയപ്പനാണ്, ഭർത്താവിൻ്റെ അച്ഛൻ. ഭർത്താവ് വിദേശത്താണ്. അപ്പോൾ ഇയാൾ പട്ടാളക്കാരനൊക്കെ ആയിരുന്നു, നല്ല ആരോഗ്യവും കരുതുകയൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്യും. അപ്പോൾ ഇയാൾ പലപ്പോഴും ഈ പെൺകുട്ടിക്ക് പറയാൻ മടിച്ച് ഒരു ഭർത്താവിൻ്റെ അടുത്ത് പറയും, എനിക്കൊന്ന് വീട്ടിൽ നിന്ന് മാറി താമസിക്കണം, ഇവിടെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെ അച്ഛനില്ലേ, ഈ ഭർത്താവ് ഒരിക്കലും, ഇയാൾ ഒരിക്കലും അമ്മയില്ല, ഭാര്യയില്ല ഇയാൾക്ക്, ഈ പട്ടാളക്കാരന്. അപ്പം ഈ മകൻ ഒരിക്കലും ഇതിനെ അങ്ങോട്ട് ന്യായീകരിക്കുന്നതല്ലാതെ ഈ ഭാര്യ പറയുന്ന മനസ്സിലാക്കണില്ല. അങ്ങനെ ഈ ഭാര്യ പറഞ്ഞു, എനിക്ക് അച്ഛനിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി കരയുമായിരുന്നു എൻ്റെ മുമ്പിൽ. ശരിക്കും പറഞ്ഞാൽ അതിന് എതിർത്ത് സംസാരിച്ചു. ഇയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇതേപോലെ ഈ പെൺകുട്ടിക്ക് മാറി നിൽക്കേണ്ട ഒരു സമയം, ശുദ്ധിയില്ലാത്ത സമയം എന്നാണ് പറയുന്നത്. കവളമാർഗത്തിൽ, തന്ത്രമാന്ത്രികത്തിൽ കവളമാർഗത്തിനകത്ത് ഇതില്ല. ശുദ്ധിയുള്ള സമയം ഏറ്റവും ഉത്തമമായിട്ട് കാണും. വൈദികത്തിൽ അതില്ല. രണ്ട് ഭാഗമാണ്. തന്ത്രമന്ത്രവാദങ്ങളിൽ ഇതൊരു വലിയൊരു ഘടകമാണ് ഇത് രണ്ടും. ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ മകൻ വിളിച്ച അച്ഛൻ എന്താണ് അവളെ കയറി ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ പകയോടുകൂടി അന്ന് രാത്രി ഇയാൾ മദ്യപിച്ചിട്ട് ഈ പെൺകുട്ടിയെ ആ സമയത്ത് കയറി അറ്റാക്ക് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അറ്റാക്ക് ചെയ്തിട്ട് അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, അവളെ കയ്യിൽ കിട്ടി എന്തോ എടുത്ത് ഇയാളെ തലക്കടിച്ചു. ഇയാൾ രക്ഷപ്പെട്ടു. പക്ഷേ ഇയാൾക്ക് എന്ത് പറ്റി? ഓർമ്മ പോയി. ആലോചിച്ച് നോക്കൂ. ആ ഓർമ്മ പോയിട്ട് പിന്നെ ഒരിക്കലും അയാൾ ആ ഓർമ്മയിലേക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. ജീവിതത്തിൻ്റെ അവസാന കാലം ഈ പെൺകുട്ടി തന്നെ അയാളെ ശുശ്രൂഷിക്കേണ്ടി വന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഓർമ്മയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ പെൺകുട്ടി തന്നെ അയാളെ ശുശ്രൂഷിക്കേണ്ടി വന്നു.
ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ, ഇയാളെ കുളിപ്പിക്കാൻ. അല്ലെങ്കിൽ കുളിക്കാനൊന്നും പറ്റില്ല, കുറേ ദിവസം അങ്ങനെ കിടക്കും. ദൈവം കൊടുത്തതാണ് അതല്ലേ, ഈശ്വരൻ കൊടുത്തതാണ്. അതുപോലെ ഈ ശാപം, ആ ശാപം എന്നുള്ള ബസ്സിന് നമ്മുടെ പിന്നെ അതിജീവിത എന്ന് പറയുന്നത്, അതിജീവിക്കാനൊന്നും പറ്റിയില്ലല്ലോ. ആ പെൺകുട്ടി തൻ്റെ സർവ്വതും തരാമെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ ആ നീച ജന്മങ്ങൾ, ബാക്കിയുള്ളവരൊക്കെ പോട്ടെ, എനിക്കിപ്പം ബാക്കിയുള്ളവരൊന്നും ഇത് ആര് ചെയ്യിപ്പിച്ചു എന്നുള്ളതല്ല, ഈ ചെയ്തവരെക്കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞാൽ, ആ ചെയ്തവർ ആ സമയത്ത് അത് ചെയ്തതിനോട് ദൈവം പൊറുക്കൂല. 10-20 വർഷം കാരാഗൃഹത്തിൽ കിടന്നതുകൊണ്ടോ, അല്ലെങ്കിൽ അവർക്കുണ്ടല്ലോ, അവർ കോടതിയിൽ പറഞ്ഞു എനിക്ക് മാതാവുണ്ട്, പിതാവുണ്ട്, ഭാര്യയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ഉള്ളവരാണ്. അച്ഛനും അമ്മയും സഹോദരിയും മക്കളും ഒക്കെ ഉണ്ടെന്ന് കോടതി മുമ്പിൽ പരമാവധി ശിക്ഷ കുറച്ച് തരണമെന്ന് പറയുമ്പോൾ, ഇതൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് ഒറ്റയ്ക്ക് ദയയ്ക്ക് വേണ്ടി യാചിച്ചത്. അതിന് മോക്ഷമൊന്നുമില്ല. എൻ്റെ മുമ്പിൽ വരുന്ന, അല്ലെങ്കിൽ ഞാൻ അറിയുന്ന, എനിക്ക് അനുഭവമുള്ള ഒരുപാട് വിഷയങ്ങളിലേക്ക് ഞാൻ കടന്ന് ചിന്തിച്ചാൽ ഇവർക്ക് വരാൻ പോകുന്നത് കോടതിയുടെ പോലെ. അത് ആരതിനൊക്കെ കൂട്ടു നിന്നാലും ആ കൂട്ടു നിന്നവർക്കും മൊഴി മാറ്റിയവർക്കും ഒക്കെ വരാൻ പോകുന്നതൊക്കെ ഞാനിതിനകത്ത് പറയുന്നില്ല, എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. ഇപ്പം നമുക്കൊരാളെ ചേർത്ത് പിടിച്ച് ഇതാണ് ശരിയെന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും, അങ്ങനെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്യാനായിട്ടുള്ള ആ ബസ്സിനകത്ത് വെച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ആ പെൺകുട്ടി സ്വന്തം മാനം രക്ഷിക്കാൻ, സ്വന്തം അവസ്ഥയിൽ ആ തീണ്ടാരി സമയത്ത് തുടരുതെന്ന് പറയാൻ കരഞ്ഞ് യാചിച്ച് നിലവിളിച്ചപ്പോൾ ചെയ്ത് കൂട്ടിയ പാപങ്ങളുടെ ഫലം അനുഭവിച്ചേ പറ്റൂ. അത് ചെയ്യിപ്പിച്ചവരൊക്കെ 2ാം സ്ഥാനമേ ഉള്ളൂ. പക്ഷേ ചെയ്തവരെല്ലാം ഇപ്പോൾ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടന്നുകൊണ്ട് ഇപ്പോഴത്തെ ജയിലിൻ്റെ കാര്യം അറിഞ്ഞുകൂടി, ഒരു കാര്യമില്ല. 5 സ്റ്റാർ ഹോട്ടലിനേക്കാൾ സുഖമായിട്ട് ജീവിക്കാം പണം ഉണ്ടെങ്കിൽ. അതാണ് ഇന്ന് കണ്ട പുതിയ വാർത്തകളിൽ നിന്നുള്ള അഭിപ്രായങ്ങളായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതവും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതങ്ങൾ, ഇതേപോലെ ആ സമയത്തുള്ള അവസ്ഥകൾ, ഇതൊക്കെ തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും പരിഹാരങ്ങളില്ല അല്ലേ. കോടതിയൊന്നും അവസാനത്തെ വാക്കല്ല. എത്രയോ കേസുകൾ, കോടതി, നീതി, നിയമ വ്യവഹാരങ്ങളൊക്കെ തന്നെ വെറുതെ ഇങ്ങനെ വന്നു പോകും എന്നുള്ളതല്ലാതെ. ഇപ്പം തന്നെ എന്നെക്കുറിച്ച് എനിക്കറിയാം, എൻ്റെ ആശ്രമത്തെ നശിപ്പിക്കപ്പെടുന്ന ഒരു വിഷയം ഉണ്ടായി 2021. അതിൻ്റെ സത്യം എല്ലാ രേഖകളും എൻ്റെ ഉണ്ട്. എൻ്റെ സത്യം എന്താണ്? ആ സത്യം നമുക്ക് പറയാനുള്ള സമയം പോലും ആയിട്ടില്ല. സത്യം നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. അതിനകത്ത് നമ്മൾ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവർക്കുള്ള കോടതി ശിക്ഷയല്ല, യഥാർത്ഥത്തിൽ എന്താണോ അവർക്ക് ഈ പ്രപഞ്ചം കൊടുക്കുന്നത്, ആ പ്രപഞ്ചം കൊടുക്കുന്നതിൻ്റെ ഒരു സത്യമുണ്ട്, ആ പ്രപഞ്ചത്തിൻ്റെ ഒരു ശരിയുണ്ട്, പ്രപഞ്ചത്തിൻ്റെ ഒരു ന്യായമുണ്ട്. അത് ഇവരനുഭവിച്ചേ പറ്റുള്ളൂ. ഇവരെന്നല്ല, ആരായാലും. ഇപ്പം ആര്യ രാജേന്ദ്രൻ്റെ കാര്യമെടുത്താലും അതിൻ്റെ താനിരിക്കുന്ന പദവി എന്താണ്, താൻ എവിടെയാണ്, താൻ ആരാണ് എന്നറിയാതെ അവർ കാട്ടിക്കൂട്ടിയത്, നട റോഡിൽ അവർ കാട്ടിക്കൂട്ടിയ പൊതുജന മധ്യത്തിൽ അവർ കാട്ടിക്കൂട്ടിയത്. ഒരു പാർട്ടി തീർച്ചയായിട്ടും താക്കീതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഫലമാണല്ലോ അവർ മാറി നിൽക്കേണ്ടി വന്നത്. അപ്പോൾ നല്ല പ്രഭയോടൊത്ത് വേണ്ട ഒരു കുട്ടി നിസ്സാരമായ ഒരു കാലദോഷം ബാധിച്ചപ്പോഴത്തേക്ക് ഒന്നുമില്ലായ്മയിലേക്ക് കണ്ടുപോകുന്നു. ആ ദോഷങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ്, കാലദോഷം കൊണ്ട് സംഭവിച്ചാണ് തിരിച്ചറിഞ്ഞ് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഇതെൻ്റെ തെറ്റുകളായിരുന്നു, ആ തെറ്റുകൾ ഞാൻ തിരുത്തേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ. എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. തെറ്റുകളാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരുത്തണം. തെറ്റിനെ ന്യായീകരിക്കാൻ, ഒരു തെറ്റ് ന്യായീകരിക്കാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നതിന് പകരം ആ തെറ്റായിരുന്നു, ആ തെറ്റിൽ നിന്ന് എനിക്ക് മാറ്റമുണ്ടാകണം, എനിക്കതിൻ്റെ ഞാൻ എൻ്റെ ശരികളിലൂടെ സഞ്ചരിക്കണം, ഞാൻ ഞാൻ ഒരുപാട് തിന്മകളിലൂടെ യാത്ര ചെയ്യുന്നതാണ്, എൻ്റെ ബോധത്തിന് ക്ഷതമുണ്ടാകുന്നു, ഞാൻ തിന്മ പറയുമ്പോൾ എൻ്റെ കോശങ്ങൾ നശിക്കുന്നു, എനിക്ക് സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. അതിന് പകരം ആ തിന്മ അത് നന്മയിലേക്ക് വരുന്നെങ്കിൽ അത് തിന്മയായിരുന്നു, ഞാൻ ഇനി ആ തിന്മയിന് ചെയ്യില്ല, എനിക്ക് നന്മയിലൂടെ തന്നെ യാത്ര ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കർമ്മത്തിനൊരു മാറ്റം ഉണ്ടാക്കി നോക്കൂ. നമുക്കെന്തുമാത്രം മാറ്റമുണ്ടാകും. ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റായിരുന്നു, ഇതാണ് തെറ്റാണ്, ഇത് ശരിയല്ലായിരുന്നു, ഞാനത് മാറ്റും എന്ന് നമ്മൾ ഉറപ്പിച്ചു നോക്കൂ. അതേസമയം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ ദൈവവിധി, പ്രപഞ്ചവിധിയുണ്ട്. പ്രപഞ്ചത്തിൻ്റെ വിധിയുടെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ ബ്ലാക്ക് മാർക്ക് വീണുകൊണ്ടേയിരിക്കും. നമ്മുടെ കോശങ്ങൾ, ഓരോ നാഗങ്ങളും നിന്നെ തന്നെ ശപിക്കും, അത് രോഗാവസ്ഥയാകും. ആ രോഗത്തിൽ നീ കിടന്ന് പിടഞ്ഞു മരിക്കേണ്ടി വരും.
രോഗാവസ്ഥയിൽ പിടഞ്ഞു മരിക്കേണ്ട കോശങ്ങൾ, നമ്മൾ സത്യം ഓരോ കള്ളം പറയുമ്പോഴും ഓരോ നാഗങ്ങൾ നശിച്ചു പോകും. 7000 കോടി നാഗങ്ങളും 72,000 നാഡീജരുമുള്ള മനുഷ്യ ശരീരത്തിൽ ഓരോ തിന്മകളും നമ്മുടെ കോശങ്ങളെ, നാഗങ്ങളെ നശിപ്പിക്കും. നാഗം സത്യമാണ്, നാഗം മാത്രമാണ് സത്യം. ഇതെനിക്ക് ഒരുപാട് ഫലങ്ങൾ, ഒരുപാട് അനുഭവങ്ങളിൽ കൂടെ ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇരിക്കുന്ന കയറിപ്പോകുന്ന പടികൾ, പോയിരിക്കുന്ന സ്ഥലം, ചെയ്യുന്ന കർമ്മങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ ഉത്തമമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ദുഃഖദുരിതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഇരിക്കേണ്ടത് എവിടെയാണ്, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ്, ഇതാണ് അതിൻ്റെ ശരി. തിരിച്ചറിവുകളാണ് ഏറ്റവും നല്ല ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള മനസ്സോടുകൂടി ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സമാധാനവും ശാന്തിയും ഉണ്ടാകും. ഓരും അറിഞ്ഞുകൊണ്ടാരും തെറ്റിലേക്ക് പോയി വീഴാതിരിക്കട്ടെ. തെറ്റുകൾ ശരിയാക്കുന്ന ഒരു ദൈവഹിതം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.